എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇനി വെറും ഒരു ആഴ്ചയോളം ഏകദേശം ഉള്ളൂ നമ്മുടെ ടർബോയുടെ റിലീസിനായിട്ട്. ടർബോ ജോസേട്ടനെ കാണാനായിട്ട് നമ്മൾ മലയാള സിനിമയിലെ എല്ലാവരും, മമ്മൂട്ടി ഫാൻസ് മാത്രമല്ല എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ടർബോന്റെ ട്രെയിലർ. നമ്മൾ ഒരു ആക്ഷൻ പാക്ഡ് ട്രെയിലറാണ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊരു ഒന്നൊന്നര ആക്ഷൻ പാക്ഡ് ട്രെയിലർ ആയെന്നുള്ളത് കണ്ടു കഴിഞ്ഞപ്പോൾ അറിഞ്ഞത്. ശരിക്കും വൈശാഖ് തന്റെ ക്ഷീണം, അതായത് മോൺസ്റ്റർ എന്ന് പറയുന്ന സിനിമയിലൂടെ കിട്ടിയിട്ടുള്ള ക്ഷീണം മൊത്തം ടർബോയിൽ തീർക്കാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്മൂക്കാനെ കൊണ്ട് തന്റെ കരിയറിൽ ഇത്രയും പണിയെടുപ്പിച്ചൊരു ഫൈറ്റ്സ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യിപ്പിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ ട്രെയിലർ കണ്ടിട്ടും നമുക്ക് മനസ്സിലാവുന്നത് അത്തരത്തിൽ തന്നെയാണ്. കാരണം 3-4 ടൈപ്പ് ഓഫ് ഫൈറ്റുകളുണ്ട്. പെരുന്നാളിന് ഫൈറ്റ്, പോലീസ് സ്റ്റേഷനിലെ ഫൈറ്റ്, അതുപോലെ മറ്റേ ആ വാരിയർമാരായിട്ടുള്ള ഫൈറ്റ്, ബസ്സിൽ ഫൈറ്റ്. അപ്പോൾ ഫൈറ്റുകളുടെ ഒരു മഴ തന്നെയായിരിക്കും ടർബോ എന്നുള്ളത്. നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റിൽ തന്നെയാണ് ടർബോ എന്ന് പറയുന്ന സിനിമ കാണാനായിട്ട്. ശരിക്കും ഈ സിനിമയ്ക്ക് എക്സ്പെക്ടേഷൻസ് കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് മമ്മൂക്ക വൈശാഖ് എന്നുള്ളത് ഒരു ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥുൻ മാനുവൽ തോമസിന്റെ സ്ക്രിപ്റ്റില് വൈശാഖ് പടം ചെയ്യണം എന്നുള്ളതാണ്. നമുക്കറിയാം വൈശാഖ് കൂടുതൽ ചെയ്തിട്ടുള്ളത് ഉദയകൃഷ്ണന്റെ സ്ക്രിപ്റ്റിലാണ്. അവസാനമായിട്ടും തന്റെ പേരിന് ഒരു കോട്ടം വന്ന് തുടങ്ങിയതും ഈ ഉദയകൃഷ്ണന്റെ സ്ക്രിപ്റ്റുകളിലാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഉദയേട്ടന്റെ സ്ക്രിപ്റ്റുകൾ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. നല്ല കാലത്ത് അല്ലെങ്കിൽ നല്ല പീക്ക് ടൈമിൽ കണ്ടമാനം വലിയ വലിയ ഹിറ്റ്സുകൾ ചെയ്തിട്ടൊരു മനുഷ്യനാണ്. ഏതൊരു മനുഷ്യനുണ്ടാവല്ലോ പീക്ക് ടൈമിൽ കയറി താഴെ ഇറങ്ങുന്ന സമയം. ആള് വീണ്ടും നല്ല രീതിയിൽ സ്ക്രിപ്റ്റുകളൊക്കെ എഴുതിയിട്ട് വരട്ടെ എന്ന് നമുക്ക് മനസ്സുകൊണ്ട് ആശംസിക്കാം. അപ്പൊ പറഞ്ഞു വന്നത് മിഥുൻ മാനുവൽ തോമസിന്റെ സ്ക്രിപ്റ്റാണ്. സോ എന്താണ് പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് മിഥുൻ ഈ വൈശാഖിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മമ്മൂക്കാക്ക് വേണ്ടിയിട്ട് ടർബോ എഴുതി വെച്ചേണെന്ന് കാണാനായിട്ട് നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ട്രെയിലറൊക്കെ കണ്ടിട്ടൊരു നോർമൽ കൊമേഴ്സ്യൽ ആക്ഷൻ പടം, പക്ഷെ അതൊരു വ്യത്യസ്തമായ രീതിയിൽ വൈശാഖ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ റിസൾട്ട് 2 തരത്തിലാണ് വരാൻ ചാൻസ്. ഒന്നില്ലെങ്കിൽ ഭയങ്കര മോശം അഭിപ്രായം വരാൻ ചാൻസ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പിടിച്ച കിട്ടാത്ത ലെവലില് മമ്മൂക്കയുടെ കരിയറിൽ ഏറ്റവും വലിയ കളക്ഷൻ ഉണ്ടാവുന്ന സിനിമയായിട്ട് മാറാൻ ഭയങ്കരമായിട്ട് ചാൻസ് ഉണ്ട് ടർബോയ്ക്ക്. ഇപ്പൊ തന്നെ ടർബോയുടെ പേരുള്ള അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ ലൊക്കേഷൻസിൽ റിലീസ് ചെയ്യുന്ന മലയാള സിനിമ എന്നുള്ള റെക്കോർഡ് ടർബോ എടുത്തു. 63ഓളം ലൊക്കേഷനിലാണ് ജർമ്മനിയിൽ മാത്രം ടർബോ റിലീസ് ചെയ്യുന്നത്. സെൻസറിങ് കഴിഞ്ഞു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. 2 മണിക്കൂർ 35 മിനിറ്റ് ആണ് സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നത്. സോ എന്തായാലും ടർബോ എന്ന് പറയുന്ന സിനിമ കുറെ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് പേഴ്സണലി കുറച്ച് ഉറപ്പുണ്ട്. കാരണം അത്രമാത്രം ബൂസ്റ്റപ്പ് ഈ ഒരു പ്രൊജക്റ്റിനുണ്ട്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ടർബോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. ആ ഒരു പഞ്ചും ആ ഒരു മാസീവ്നെസ് ഒക്കെ ഈ പ്രൊജക്റ്റിനുണ്ട്. പിന്നെ ഒന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും, ട്രെയിലർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം തന്നെയായിരിക്കും ഈ സിനിമ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ കരിയറിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറയാ, ഇങ്ങനെ സർവ താണ്ഡവമാടി അഭിനയിക്കുക എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലൊരു പടവാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ ആവട്ടെ, നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആവട്ടെ. പിന്നെ രാജ് ബി ഷെട്ടിയുടെ റോളൊക്കെ നല്ല രീതിയിൽ ക്ലിക്കായി വരാനുള്ള ചാൻസസ് ഉണ്ട് വില്ലന്മാരുടെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ എന്തായാലും പടം ഗംഭീരമാവട്ടെ. മെയ് 23-ന് എന്തായാലും മമ്മൂട്ടി ഫാൻസിന് ഒരു ആഘോഷരാവന്നെയായിരിക്കും, അതിൽ യാതൊരു തർക്കമൊന്നുമില്ല. ഓപ്പോസിറ്റ് കുറെ സിനിമകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെ ഗുരുവായൂർ അമ്പലനടയിലുണ്ട്, നാളെ റിലീസ് ഉണ്ട്. അതിൽ നല്ലൊരു സിനിമയാവാൻ നല്ല ചാൻസ് ഉണ്ട്. തലൈവൻ വരുന്നുണ്ട്, ബിജുമാനൻ ആസിഫലി ടീമിന്റെ. ആ സിനിമ ഒരു ത്രില്ലർ ബേസ്ഡ് നല്ലൊരു സബ്ജക്ട് ആവാൻ ചാൻസ് ഉണ്ട്. സോ മലയാള സിനിമയ്ക്ക് വീണ്ടും മെയ് മാസത്തിൽ നല്ലൊരു എന്താ പറയാ, നല്ലൊരു കാലം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം തന്നെയാണ്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ടർബോ ജോസിന്റെ അപ്ഡേറ്റ്സുകൾ ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.